എടി കല്യാണി, എഴുന്നേക്ക്, സമയം 5 മണിയായി. അയ്യോ അമ്മേ, അലറ അടിച്ചില്ലല്ലോ. നീ നോക്കി നിൽക്കാതെ എണീറ്റ് വാ, ആ ശങ്കുണ്ണി വന്ന് നിപ്പോണ്ട്. അവൾ ചാടി എഴുന്നേറ്റ് തോർത്തും താവടിയും എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ചീവിടുകളുടെ ശബ്ദം മുഴങ്ങിക്കേക്കാം. അവൾ കുളി കഴിഞ്ഞ് തോർത്തും തലയിൽ ചുറ്റി മുറിയിലേക്ക് നടന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഇടതുറന്ന മുടി കുളിപ്പിന്നിൽ പിന്നിയിട്ടു. കറുത്ത ഒരു ചെറിയ പൊട്ട് നെറ്റിയിൽ ഒട്ടിച്ചു. വീടിന് പുറകുവശത്തെത്തിയപ്പോ ശങ്കുണ്ണി പാല് കറന്ന് കഴിഞ്ഞിരുന്നു. മോളെ, ഇന്ന് 6 ലിറ്റർ പാലേ ഉള്ളൂ കേട്ടോ. അയ്യോ, അതെന്നാ ശങ്കുണ്ണിയേട്ടാ? രാത്രിയില് കെട്ടിയില്ലായിരുന്ന കുട്ടിയെ, അവള് പാല് മൊത്തം കുടിച്ചു. അമ്മിണിന്ന് പാല് ചുരുട്ടിയിട്ടില്ല. അയ്യോ. അവൾ തലയിൽ കൈവച്ച് പടിയിലേക്കിരുന്നു. ഈ അമ്മയോട് ഞാൻ പറഞ്ഞതാ മണിക്കുട്ടിയെ കെട്ടണോന്ന്. ഈ അമ്മയുടെ ഒരു കാര്യം. ആ മോളെ, ഞാൻ ഇറങ്ങുവാ, 1-2 കറവേണ്ട്. ശരി ശങ്കുണ്ണിയേട്ടാ, കാശ് നാളെ തന്നേക്കാം, ഈ മാസത്തെ. എന്നാ ഇറങ്ങുവാ മോളെ. അയാൾ പുറത്തേക്ക് പോയി. അവൾ പാലെല്ലാ പാത്രങ്ങളിലും ആളെന്നൊഴിച്ച് അതുമായി സ്കൂട്ടിൽ കയറി ഓടിച്ചു പോയി. രാമേട്ടാ, ഇന്ന് പാലിച്ചിരി കുറവാ, അതോടെ കൂട്ടി നാളെ തന്നേക്കാം. ഇതിപ്പോ പതിവായല്ലോ മോളെ. എന്ത് ചെയ്യാനാ രാമേട്ടാ, മണിക്കുട്ടി കെട്ടഴിഞ്ഞു പോയി കുടിക്കുന്നതാണ്. ക്യാഷ് ഇന്നുണ്ടോ രാമേട്ടാ? നാളെ തന്നേക്കാം മോളെ. എന്നാ ബാക്കി പാല് കൂടി കൊടുത്തിട്ട് അമ്പലത്തിൽ പോണം. ശരി മോളെ, നാളെ കാശിന്റെ കാര്യം മറക്കണ്ട. ഇല്ലടി കുറുമ്പി. അവൾ ചിരിച്ചോണ്ട് വണ്ടിയെടുത്തു. അതാ ചിറ്റയെടുത്തെ അനന്തന്റെ ഇളയ കുട്ടിയല്ലേ രാമ? അതെ നാരായണ മാഷേ. അനന്തനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല മാഷേ. വർഷം 5ആയി, പരാതി കൊടുക്കാത്ത സ്ഥലങ്ങളില്ല. പോലീസുകാരും ഏതാണ്ട് തഴഞ്ഞു മട്ട. കഷ്ടം, ഓരോരുത്തരുടെ അവസ്ഥയെ. എങ്ങനെ കഴിയേണ്ട കുട്ടികളാ. ദൈവനിശ്ചയം പോലെ അല്ലേ നടക്കൂ മാഷേ. കല്യാണി അമ്പലത്തിലെത്തിയപ്പോ നട തുറന്നിരുന്നു. ദൈവമേ, ഇന്ന് തിരുമേന്റെ കൈന്ന് കേക്കും. ഇന്നും താമസിച്ചോ കുട്ടിയെ നീയേ? അലറാൻ ചതിച്ചു തിരുമേനി, ഇന്നോട് ക്ഷമിക്കേ. അവൾ കാതിൽ പിടിച്ച് ക്ഷമയോടെ പറഞ്ഞു. എന്നാ പോയി വിളക്കൊക്കെ വൃത്തിയാക്കിയിട്ട് മാല കെട്ടിയിട്ട് വാ. അവൾ വിളക്കെടുക്കാൻ ചെന്നപ്പോ ദേവകിയമ്മ പറഞ്ഞു, അതൊക്കെ ഞാൻ തുടച്ചു മോളെ, മാല കെട്ടി കൊടുത്തിട്ട് പൊക്കോ. ദേവകിയമ്മയും കല്യാണിയും അമ്പലത്തിൽ സഹായിക്കുന്നവരാണ് തിരുമേനിയെ. ചിറ്റടുത്ത് അനന്തിന്റെയും നന്ദിനിയുടെയും മകളാണ് നന്ദനയും കല്യാണിയും തൻവിയും. 5 വർഷം മുമ്പേ ജോലി സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു പോയ ആനന്ദൻ പിന്നെ തിരിച്ചു വന്നില്ല. അന്ന് നന്ദയ്ക്ക് 17 വയസ്സും കല്യാണിക്ക് 15 വയസ്സും തൻവിക്ക് 10 വയസ്സുമായിരുന്നു പ്രായം. എന്തു ചെയ്യണമെന്നറിയാതെ 3 പെൺകുട്ടികളെയും മാറോടടച്ചു നിന്ന നന്ദിനിക്ക് തുണയായത് സ്വന്തം സഹോദരനും കുടുംബവുമായിരുന്നു. അയാൾ അവർക്ക് 4 പശുക്കളെ വാങ്ങി നൽകി, ഒരു തയ്യൽ മെഷീനും. തയ്യൽ അറിയാവുന്ന നന്ദിനി അതൊരു ജീവിത മാർഗാക്കി. അമ്മയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞു വളർന്ന കല്യാണി +2 വരെ പോയിട്ട് അമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ചേച്ചിയെയും അനിയത്തെയും പഠിപ്പിക്കാനും അമ്മയെ നോക്കാനുമായി പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. രാവിലെ പാല് കൊണ്ടുപോയി കൊടുക്കാനും അമ്പലത്തിലെ ദാസിപ്പണി ചെയ്യാനും അത് കഴിഞ്ഞ് ടൗണിൽ ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായും അവൾ ജോലി ചെയ്തു. നന്ദന PG ചെയ്യുവാണ്. തൻവി 10ാം ക്ലാസ്സിലാണ്. അവൾ സ്കൂട്ടിൽ വീട്ടിലെത്തിയപ്പോൾ നന്ദന പോവാനായി ഇറങ്ങി വന്നു. മോളെ, ഈ പാല് കൂടി കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ വയറ് ഫുള്ളായിരിക്കുവാ. ഡി, സ്കൂട്ടി ഞാൻ എടുക്കുവാ. ചേച്ചി, ഇപ്പൊ തന്നെ ഞാൻ ലേറ്റായി. ഇനി ബസ് പിടിച്ച് ചെല്ലുമ്പോൾ ഹാഫ് ഡേ ലീവ് എഴുതി അയാളുടെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കണം. നീ IS-നൊന്നല്ലോ പഠിക്കുന്നേ, തുണിക്കടയിൽ നിൽക്കുവല്ലേ. അവളെ കൊണ്ടുപോക്കോട്ടടി വണ്ടി. നന്ദ വണ്ടി എടുത്തു പോയി. ആ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാ കഴിയുന്നെന്ന് അമ്മ മറക്കണ്ട. ഓ, നീ കണക്ക് പറയാൻ തുടങ്ങിയോ അവസത്തെ? അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൾ അകത്തേക്ക് പോയി ദാവണി മാറി യൂണിഫോം സാരി ധരിച്ച് ID കാർഡ് കഴുത്തിലിട്ടു. കണ്ണുകളിൽ കരിമഷി എഴുതി. അടുക്കളയിൽ ചെന്ന് പാത്രമെടുത്ത് ചോറിട്ടു. ആ, ചമ്മന്തി മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
അപ്പോ ചേച്ചി എന്താ കൊണ്ടുപോയേ? അവക്ക് ഒരു മുട്ട കൂടി പൊരിച്ചെടുത്തു. അതെന്തമ്മേ, കൊച്ചേച്ചിക്ക് മുട്ട പൊരിച്ചത് കഴിച്ചാൽ ദഹിക്കില്ലേ? കൊച്ചുവായിൽ വലിയ വർത്തമാനം പറയാതെ പോവാൻ നോക്ക് പെണ്ണെ നീയേ. അല്ലേലും അമ്മയ്ക്ക് വലിയ ചേച്ചി മതിയല്ലോ. തനു നീ വാ, ഇറങ്ങാം. അവൾ ചോറിലേക്ക് ചമ്മന്തി വെച്ച് അടച്ചതിന് ശേഷം ബാഗിലേക്ക് വെച്ചു. ചേച്ചിയൊന്നും കഴിക്കുന്നില്ലേ? ഇനി സമയമില്ല മോളെ, നീ വാ, ഇറങ്ങാം. അവർ റോഡിലൂടെ പോയപ്പോൾ പെട്ടെന്ന് ഒരു ബുള്ളറ്റ് വന്ന് അരികിലായി നിർത്തി. മിഥുനേട്ടൻ, തൻവി പറഞ്ഞു. കല്യാണി തിരിഞ്ഞു നോക്കി. തനുമോളെ, നീ നടന്നു. കല്യാണിയോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് വിട്ടേക്കാം. തനു മുന്നോട്ട് നടന്നു. എന്താ മിഥുനേട്ടാ? ബ്ലേഡ് പലിശക്കാരൻ തമ്പിയുടെ മകനാണ് മിഥുൻ. ആളൊരു എഞ്ചിനീയറാണ്. ഞാൻ നിന്നോട് പറഞ്ഞത് എന്തായി? ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലോ മിഥുനേട്ടാ, പ്രേമിക്കാനും ചുറ്റി നടക്കാനും ഞാനില്ലെന്ന്. മിഥുനേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാടി നീ കണ്ടത്? പെട്ടെന്ന് അവൻ്റെ സ്വരം മാറിയത് നെറ്റിലൂടെ അവൾ തിരിച്ചറിഞ്ഞു. മോഹിച്ചതൊക്കെ സ്വന്താക്കി ചരിത്രമുള്ളൂ ഈ മിഥുനെ. നിന്നെ ഞാൻ ഒരുപാട് അങ്ങ് മോഹിച്ചു. പ്രേമിച്ച് ആഗ്രഹം തീർക്കാമെന്ന് കരുതി നടന്നില്ല. ഒരു രാത്രി മതി. ഡാ നിന്നെ. അവൾ കൈ ഉയർത്തി അവനടിക്കാനായി. അവൻ ആ കൈയിൽ മുറുക്കി പിടിച്ച് അവളുടെ കയ്യിൽ കിടന്ന വളകൾ ഞെരിഞ്ഞമർന്നു പൊട്ടി അവളുടെ കാലിൽ ചോരത്തുള്ളികൾ സ്ഥാനം പിടിച്ചു. പിടയ്ക്കാതെ കിടന്ന്. നിന്റെ തള്ള 1 ലക്ഷം വാങ്ങിയിട്ട് കുറയായി. പലിശ പോലും കിട്ടിയിട്ടില്ല. അത് മുതലാക്കണ്ടേ? നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. അവൻ മീശ പിടിച്ചു വെച്ചിട്ട് വണ്ടിയെടുത്തു. അവക്ക് അതൊരു പുതിയ അറിവായിരുന്നു. 1 ലക്ഷം രൂപ അമ്മ വാങ്ങിയെന്ന്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ബോധം മറയും പോലെ അവൾ കുഴഞ്ഞു വീഴാൻ പോയി. അകലിൽ നിന്ന് കണ്ട തനു ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നു. അവൾ താഴേക്ക് വീഴാതെ മറ്റൊരു കൈകൾ അവളെ താങ്ങി നിർത്തി. ചേച്ചി, എന്താ പറ്റിയേ? തനു ഓടി വന്നു. അപ്പോഴേക്കും ശാരദ ടീച്ചർ അവളെ കൈകാൽ താങ്ങിയിരുന്നു. മോളെ കല്ലു, അവർ അവളെ കുലുക്കി വിളിച്ചു. തനു അവളുടെ ബാഗിൽ നിന്നും വെള്ളമെടുത്ത് കല്യാണിയുടെ മുഖത്തേക്ക് തളിച്ചു. അവൾ ഒന്ന് ഞെരുങ്ങി. പിന്നെ പതിയെ കണ്ണുകൾ തുറന്നു. മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട ടീച്ചറമ്മേ. ചേച്ചി, ബസ് വന്നു. മോളെ വൈകി വീട്ടിൽ പോക്കോ, ഇന്ന് ലീവാക്കിക്കോ. ഇന്ന് പോയേ പറ്റൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ തനുവിൻ്റെ കൈ പിടിച്ച് ബസ്സിലേക്ക് കയറി. ചേച്ചി, മിഥുനേട്ടൻ എന്താ പറഞ്ഞേ? അതിനുശേഷമാണല്ലോ ചേച്ചി തലചുറ്റി വീണത്. അവളോട് എന്തു മറുപടി പറയുമെന്നറിയാതെ കല്യാണി ഒന്നാലോചിച്ചു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.